പോസ്റ്റ്മോർട്ടം മാത്രം നോക്കിയാൽ മതി ഇതൊരു കൊലപാതകമാണ് തീർത്ത് പറയാൻ പറ്റും. പക്ഷേ ബോഡി ദഹിപ്പിച്ചു കളഞ്ഞു, ഇനി ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് ചാൻസ് ഇല്ല. എന്തായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഇതിന്റെ സത്യം വെളിവാക്കുന്നത്. സുപ്രീം കോടതിയിൽ അത് തന്നെയാണ് പറയേണ്ടത്. അത് പറഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും അനുകൂലമായ ഒരു വിധി ഉണ്ടാവില്ല. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയിലെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കടവായിക്കൂടെ സലൈവ ഒഴുകിപ്പോണം. പോകാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട്, എങ്കിലും അല്പസ്വല്പമെങ്കിലും ഒഴുകും. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കാണണം, ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസും കാണണം. പക്ഷേ പോസ്റ്റ്മോർട്ടത്തില് ആ കടവായിക്കൂടെ അല്ലെങ്കിൽ വായുടെ ഒരു വശത്തു കൂടി സലൈവ ഒഴുകിയിട്ടില്ല. അത് സലൈവ ഒഴുകുന്നത് കഴുത്തിലെ കെട്ടെവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വേണം ഒഴുകാൻ. ഇതുണ്ടായില്ല. അത് ഒരു പാളിച്ച തന്നെയാണ്. അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആത്മഹത്യക്ക് അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവും. അത് ഡോക്ടർ വിട്ടുകളഞ്ഞു. മനഃപൂർവ്വമാകാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിലെ അദ്ദേഹത്തിന്റെ രക്തത്തിലെ മലം ഒരു കഴഞ്ചു പോലുമില്ല. യൂറിനറി ബ്ലാഡറില് മൂത്രസഞ്ചിയില് ഒരു തുള്ളി പോലും മൂത്രവുമില്ല. അതെന്ത് പറ്റി? സാധാരണഗതിയില് ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മലം പോകാം, മൂത്രം പോകാം, വൈകിട്ട് കഴിച്ചില്ലേലും 4 മണിക്ക് ഒരു ചായയും കൂടെ കുടിച്ചു പോയാൽ അടുത്ത ദിവസം രാവിലെ ബാത്റൂമിൽ പോകും. അല്പം മലവും അല്പം മൂത്രവും പോകണം. അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടി. ഇവിടെ ഒരു തുള്ളി പോലും മലം അദ്ദേഹത്തിന്റെ മലാശയത്തിൽ ഉണ്ടായില്ല. ഒരു തുള്ളി പോലും മൂത്രവും മൂത്രസഞ്ചിയിലില്ല. ഇത് സംഭവിക്കുന്നത് സാധാരണഗതിയില് മലന്ന് കിടക്കുന്ന ഒരാളുടെ ഗ്രോയിൻ ഏരിയയില് ഒരു ചവിട്ട് ചവിട്ടിയാൽ മലവും മൂത്രവും വെളിയിലോട്ട് പോകും. ഇവിടെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഗ്രോയിൻ ഏരിയയില് അവിടെ ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബ്ലീഡിംഗ് ഉണ്ടായി. ആ ബ്ലീഡ് ചെയ്ത രക്തവും അത് അദ്ദേഹം ധരിച്ചിരുന്ന ജഡ്ഡിക്കകത്തും ഉണ്ടാകാം. അത് കഴുകി കളഞ്ഞിരിക്കുക. പ്രതികൾ അവിടെയൊക്കെ ക്ലീൻ ആണ്. പക്ഷേ കഴുകി കളഞ്ഞാലും ശരി, ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ സന്ദർഭത്തില് ആ ASI ബ്ലഡ് വീണ്ടും ബ്ലീഡ് ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടു. എവിടുന്നാണ് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഗ്രോയിന്റെ അടിഭാഗത്ത് രക്തം ബ്ലീഡ് ചെയ്തിരിക്കുന്നത് ഇൻക്വസ്റ്റിനകത്ത് നോട്ട് ചെയ്തു. അത് ഫോറൻസിക് ഡോക്ടർ കണ്ടില്ല. മനഃപൂർവ്വം കാണാതെ വിട്ടതാണോ? അതേപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇൻക്വസ്റ്റിലുള്ള ആ ബ്ലഡ് അദ്ദേഹം കണ്ടില്ല? പിന്നെ ഏറ്റവും വലിയ ഒരു തെറ്റ് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പറ്റി. കാരണം അവരുടെ വിസറ അത് പരിശോധനയ്ക്ക് കെമിക്കൽ എക്സാമിനർ ലാബറട്ടറി അയച്ചോ എന്നുള്ള വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. അതേപ്പറ്റി ഒരു വിശദീകരണവും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് അയാൾ അത് എടുത്തില്ല? അതൊരു മാൻഡേറ്ററി ആണ്. കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളിന്റെ വിസറ എടുക്കണം. അത് അയച്ചിട്ടില്ല, അത് എടുത്തിട്ടില്ല എങ്കിൽ ഡോക്ടർ ഒന്നാം പ്രതിയാവും. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്തുകൊണ്ട് വിസറ എടുത്തില്ല, എന്തുകൊണ്ട് അത് കെമിക്കൽ എക്സാമിനർ അയച്ചില്ല, അതിന് വിശദീകരണം അയാളോട് ചോദിച്ചിട്ടുണ്ടോ SHO? ആ വിവരങ്ങളൊക്കെ കേസിലറി ഉണ്ടോ നോക്കണം. ഏതായാലും CBI അന്വേഷണം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിച്ചാൽ 100% ഇതിനകത്തൊരു CBI അന്വേഷണം ഉണ്ടാവും.